നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ചെറിയൊരു ചലഞ്ച്. എന്ത് ചലഞ്ച്? അല്ല, വാട്ടർമെലൻ. വത്തക്ക. ഞാന് വത്തക്ക എന്ന് പറയല്. തണ്ണിമത്തൻ ചലഞ്ചുമായിട്ട് വന്നിരിക്കുന്നു. കൊറേ ഇവരെന്നെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തിന്നു. അപ്പൊ ആര് കരയാൻ പോണ്? ആര് കരയൂ? കാണാനല്ല, കാണണോ? അപ്പൊ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞു നമ്മള് ഒരു ചലഞ്ച് നടത്തുക. ഇവര് ഫുഡ് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഫുഡ് ചലഞ്ചിനോടാണ് താല്പര്യം. പക്ഷെ മാമിനത് പറ്റാത്തത് കൊണ്ട് പ്രായം മണി ഏറി വരികയാണേ. കളിക്കിന്റെ ഓപ്പ അന്നപ്പോ ഈ ഒരു ഞാൻ കളിയല്ല കളവിയല്ലോ. അല്ല, എൻ്റെ ഒരു യങ് ഏജ് ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് ഒരു ഇത്ര പാത്രത്തിലുള്ള ഗുളിക നിലവിൽ എനിക്കുള്ളൂ. അതിലും കൂടുതലൊന്നും ഇല്ല കേട്ടോ. കളവിയല്ല, ആന്റിയാണ്. ഇനി വീഡിയോ കട്ട് മോളുവാ. മോളായ പിന്നെ മിണ്ടൂല. അപ്പൊ ഇത്രത്തോളമുള്ള മെഡിസിനൊക്കെ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അതേ ബിസ്ക്കറ്റ് തിന്ന് തീർന്നില്ല. തിന്നടാ നന്നാക്കി തള്ളടാ. പണിയുള്ളൂ. ബിസ്ക്കറ്റതാ പഴയ ബിസ്ക്കറ്റതാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവനെ വീഡിയോയിൽ കൊണ്ടുവന്ന് അന്ന് തൊട്ടൊരു ചോദിച്ചിട്ട് നമ്മള് ചലഞ്ചിങ് വീഡിയോ ചെയ്യാ. എന്തിനീ ഇരുന്നിട്ട് മോങ്ങാൻ വേണ്ടിയിട്ടാണ്. മോങ്ങുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴാന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാണ്. ഇന്നലെ ഞങ്ങൾ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ പുറപ്പെട്ടു 10:30. പക്ഷെ ഐസ്ക്രീമിന്റെ വീഡിയോ പോകുമ്പോൾ പൂട്ടിപ്പോയി. ഇന്ന് മാമ കൊണ്ടുവരുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതങ്ങനെയാണ്. അപ്പൊ ഇന്ന് നമ്മള് വത്തക്ക ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞാനിത് എത്തുന്നില്ല. ഇതാര് ഫസ്റ്റ് കഴിച്ച് തീർക്കുന്നു എന്നുള്ളതാണ് ചലഞ്ചിങ് വീഡിയോ. വലുതോ ചെറുതോ എന്നല്ല, നിന്റെ കയ്യിൽ കിട്ടുന്നത് എന്തോ അത് നീ കഴിക്കുക. പ്ലേറ്റോ? ഒന്ന് പോയി ഒരു പ്ലേറ്റ് എടുത്തിട്ട് വാ. ഒരു പ്ലേറ്റ് ഇല്ലാണ്ട് പറ്റൂല. ഇതാ വലുത്. എന്നോട് കളിക്കാൻ സമ്മതിക്കോ? ഞാൻ നോക്കിയിട്ടൊന്നുമില്ലേ. ഓക്കെ, അപ്പം ചലഞ്ചിങ് വീഡിയോ ഞങ്ങളിവിടെ തുടങ്ങാൻ പോകുന്നു. ഉടായ്പൊന്നും കാണിക്കാൻ നിൽക്കരുത്. നിന്റെ സ്വഭാവം നീ കയ്യിൽ വെച്ചാ മതി കേട്ടോ. അപ്പോ റെഡി, 1 2 3 കൈ പിടിച്ചിട്ട് 2 3 സ്റ്റാർട്ട്. കുരുവൊന്നുമില്ലേ? ഞങ്ങൾ കണ്ടു. ചങ്ക് കെട്ടടാ. ഇതൊക്കെ ഫിനിഷ് ചെയ്യണ്ടേ?
എനിക്കറിയാവോ കഴിക്കാൻ പറ്റില്ല. കേട്ടോ മധുരല്ല മധുരണ്ട. തോടുന്നുണ്ട് മധുരല്ല എന്നിട്ടാ അല്ലെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്തേനെ. എനിക്ക് വേണ്ട, തിന്നോ. അങ്ങനല്ല ഈ കഥയിൽ, അങ്ങനല്ല. ഇത് വേറെ കഥ. ഇത് അമ്മമാര് എന്താ ചെയ്യാന്നറിയോ, മക്കൾ തിന്ന് മക്കൾക്ക് വയറ് നിറഞ്ഞേ എന്ന് തോന്നിയാൽ മാത്രമേ അമ്മമാര് കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തൊരമ്മയും കഴിക്കൂല മോനെ. കഴിക്കും മോനെ. മോനെ അങ്ങനെ പറയാൻ പാടില്ല. എന്റെ അമ്മയാ. അങ്ങനെ പറയല്ലേ മോനെ. ഇത് അമ്മമാര് സ്നേഹത്തോടെ തരുന്നത് എന്തും കഴിക്കണം എന്നാ പഠിപ്പിച്ചില്ല സ്കൂളില്. ഇത് കഴിച്ചിട്ട് തിന്നാ മതി, ഇതൊന്ന് കഴിക്കടാ. മധുരം എന്ന് പറഞ്ഞ സാധനല്ലേ, ഇതോട് കഴിക്കടാ. പഞ്ചാരിട്ടിട്ട് കഴിക്കടാ. എടാ ഇതോട് കഴിക്കടാ. എടാ നിനക്ക് 2 സമ്മാനം ഞാൻ തരൂ. കണ്ടോ മക്കളെ, കണ്ടോളി. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. കാണുക കാണുക. ഒരാള് തിന്നതിന്റെ ബാക്കിയൊക്കെ ആരെയും തിന്നുവോ? അയ്യയ്യയ്യയ്യയ്യയ്യേ. അല്ല മോനെ, എന്നെ ഏതെങ്കിലും കമ്പനി ഇറക്കുമതി ചെയ്തതാണോ? അയ്യയ്യയ്യയ്യേ. കുറച്ചുകൂടി വേറൊന്നുണ്ട്. എന്താ? കുറച്ച് ഛർദിച്ചു. ഛർദിച്ചു. അതൊക്കെ ഇപ്പൊ സ്വാഭാവികല്ലേ, ഛർദി എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞോ കഴിഞ്ഞോ? എടെ പാത്രം കാണിക്കി. ഇനി അതിലേക്ക് ബിസ്ക്കറ്റും കൂടിയോ? എന്റെ പൊന്നാര കർത്താവേ, തിന്നത് പോയി. അപ്പടിയേ പോയാച്ച്. ഓന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചലഞ്ചിങ് വീഡിയോ എന്നും പറഞ്ഞിട്ട്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല എൻ്റെ മുത്താപ്പാ, ഒരു വത്തക്ക. ഞാൻ കൊഴിഞ്ഞു. ഇവനാ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ. നോമ്പ് തുറന്ന പാടിക്ക് ഈ ഒരു ചലഞ്ച് ഇതാക്കിയാൽ എന്തായാലും ഇവൻ പൊട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം 2 പ്ലേറ്റ് ബിരിയാണിയാണ് ഇന്ന് തട്ടിയത്. ഇന്ന് നല്ല കോഴി ബിരിയാണിയും ജ്യൂസും ഒക്കെ ആയിരുന്നു ഉള്ളത്. അപ്പം അതിൻ്റെ പുറത്തേക്ക് ഇതും കൂടി ശ്വാസം മുട്ടുന്നപ്പാ. അപ്പം ഈ ചലഞ്ചിൽ ആര് വിജയിച്ചു? ആ വിജയിച്ചതിൻ്റെ പേരിൽ നിനക്ക് എന്താ മേടിച്ചു തരണം? ഐസ്ക്രീം. എന്നിട്ട് അതിലെങ്കിൽ ചലഞ്ച് കൊണ്ടുവരുമോ? അതിലും കൊണ്ടുവരൂ. അതിൽ ജയിച്ചിട്ട് വേണമെങ്കിൽ അടുത്തറിയാം. കളവിയായിരുന്നില്ലേ സ്വയം ബോധം. എടാ ഇതിന്റെ പുറത്ത് ട്രോൾ എടുത്തിട്ട് ജസിയുടെ മകൻ തന്നെ കിളവി അയക്കിന്ന് പറഞ്ഞിട്ട് ട്രോൾ ഇറങ്ങും. അപ്പൊ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഇവിടെ ഇതേ ഉള്ളൂ. ഇനി ഇതിന്റെ ജയിച്ചതിന്റെ ഐസ്ക്രീം ഞാൻ ഇവന് വാങ്ങിക്കൊടുക്കാം. അതൊരു ചലഞ്ചായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻ്റ് അടിക്കുക. അതേപോലെ സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കൊള്ളി. നമുക്ക് ഇങ്ങനെ ഷാറായിട്ട് പോവാം. ഓക്കെ, ബൈ ബൈ.